മക്കളെ എന്തുണ്ട് വിശേഷം? 2 ദിവസം ഉണ്ടെങ്കിൽ തിരക്കായിരുന്നു കേട്ടോ. പാറുവിൻ്റെ കൂട്ടുകാരുടെ കല്യാണം, റിസപ്ഷൻ, അടുക്കള കാണൽ, അങ്ങനെ അങ്ങ് തിരക്കങ്ങനെ കിട്ടു. ഇന്നലെ വൈകിട്ടോട്ട് കാണുന്നില്ല, അവന് കറക്റ്റായിട്ട് മീനൊന്നും കിട്ടില്ല. എങ്കിലും മീനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ കുറച്ച് വിശേഷം: പാവയ്ക്കാപ്പുളി, ചായമൻസ തോരൻ, മുട്ട വറുത്തത്. അപ്പോൾ അതിനായിട്ട് നമ്മുടെ അരി അടുപ്പയിലിട്ടു. തിളയ്ക്കാനായിട്ട് നമ്മൾ വെള്ളം വെച്ചിട്ടുണ്ട് മേളിൽ. അരി തിളച്ച് കഴിയുമ്പോൾ ഒഴിക്കാനായിട്ട്. അങ്ങനെ നമുക്കൊന്ന് വിശന്ന് എനിക്ക് കേട്ടോ. അപ്പം ഞാൻ പോപ്കോൺ പൊരിച്ച് ചായ കുടിക്കാമെന്ന് വിചാരിച്ച്. അങ്ങനെ പിന്നെ പുറത്തൊരു കരച്ചിൽ കേട്ട് ടിൻറ്റുവിൻ്റെ നോക്കിയപ്പോൾ 2 പട്ടി പുറത്ത് കിടപ്പുണ്ട്. ഇവനോട് കെറുവാണ്, കാരണം രാവിലെയും പാഴത്തിനകത്ത് പോയി എല്ലാം കുളിപ്പിച്ചിട്ട് നിർത്തിയിരിക്കുകയാണ്. അങ്ങനെ അരിയൊക്കെ വെന്തു. എന്നിട്ട് അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്ത് വീണ്ടും ഒന്ന് തിളച്ചിട്ട് നമ്മൾ ഊറ്റത്തുള്ളൂ കേട്ടോ. അരി വെന്തോ നടക്കുന്നെങ്കിൽ എനിക്കൊന്ന് കഴിച്ചു നോക്കണമെങ്കിൽ തൃപ്തി വരത്തുള്ളൂ വെന്തോ ഇല്ലയോ. അങ്ങനെ നമ്മൾ പാവയ്ക്കാപ്പുളി വെക്കാനായിട്ട് ചട്ടി അടുപ്പിൽ വെച്ച് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു. പാലക്കാടിൻ്റെ സ്വന്തം കറി അത് കേട്ടോ. അപ്പം 1/2 ടീസ്പൂൺ കടുകിട്ട് 1/4 സ്പൂൺ ഉലുവയിട്ട് പൊട്ടി കഴിയുമ്പോൾ നമ്മൾ അതിലേക്ക് വറ്റൽമുളക്, കറിവേപ്പില ഇട്ടതിന് ശേഷം 1 ചെറിയ സവാള കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതും ഇട്ട് നമ്മൾ പാവയ്ക്ക നീളത്തിലാണ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അത് ഇളക്കിയതിന് ശേഷം നമ്മൾ പാവയ്ക്കായി ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത്. അപ്പോൾ ഈ പാവയ്ക്ക എണ്ണയ്ക്കകത്ത് മൂത്ത് വരുന്ന സമയത്ത് നമ്മുടെ മസാലയും മൂക്കാൻ വേണ്ടി ഇതിനകത്ത് മസാലകൾ അങ്ങ് ചേർക്കുകയാണ്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി എന്നിവയിട്ട് കൂട്ടി ഇളക്കി മൂക്കാൻ വെച്ചതിന് ശേഷം നമ്മൾ മുറ്റത്ത് വയ്ക്കുന്ന ചായമൻസിൻ്റെ ഇല പറിച്ചു കേട്ടോ. കിളിർന്ന ഇല പറിച്ചതിന് ശേഷം മണ്ട നമ്മളങ്ങ് ഓടിച്ച് കളയുക, എന്നെങ്കിലും അടുത്ത ഇല കിളിച്ച് വരത്തുള്ളൂ. ആ സമയത്തിന് നമ്മുടെ പട്ടിക്കുള്ള അരിയും വെന്തു. പിന്നെ നമ്മുടെ പാവയ്ക്കെല്ലാം മൂത്തു. അതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ പുളിക്കായിട്ട് ഇട്ട് കൊടുക്കുന്നതിന് നമ്മൾ എരിവും പുളിയൊക്കെ ബാലൻസ് അനുസരിച്ച് പഞ്ചസാരയോ കരിപ്പൊട്ടിയോ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതവിടെ തിളച്ച് വെന്ത് പറ്റാനായിട്ട് നമ്മൾ വെച്ചിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ ചായമൻസ തോരൻ വെക്കാനായിട്ട് അടുപ്പിൽ വെച്ചു. എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് വറ്റൽമുളക്, കറിവേപ്പില, സവാള 1 കഷ്ണം കട്ട് ചെയ്തിട്ട് അതിന് ശേഷം നമ്മൾ നമ്മുടെ ചായമൻസ ഇട്ട് ഇച്ചിരി വേവുണ്ട് കേട്ടോ. ഇതിനപ്പോൾ ഒന്ന് അടച്ച് വെച്ച് കൂട്ടി ഇളക്കി അടച്ച് വെച്ച് വെന്തതിന് ശേഷം നമ്മൾ ഉപ്പ് നമ്മുടെ അരപ്പ് ചേർത്തുണ്ടാവും. ഒരു അരപ്പും ചേർത്തൊന്ന് അടച്ച് വെച്ച് വേവിച്ചതിന് ശേഷം നമ്മുടെ ചായമൻസ തോരൻ ഇവിടെ റെഡി. ഈ സമയത്ത് നമ്മുടെ മുട്ട 2 പാറുവിനും എനിക്കുമാണ്, അച്ഛൻ ഇവിടെ ഇല്ല. അപ്പം നമ്മളതിനകത്ത് സവാളയും പച്ചമുളകും ഉപ്പും കുരുമുളക് പൊടി ഇട്ട് വീറ്റ് ചെയ്യത്തില്ലാണല്ലോ കേട്ടോ. ഈ സമയത്ത് നമ്മുടെ ടെസമോൾ ഓടി വന്ന് വിശക്കുന്നേന്ന് വിളിച്ചുകൊണ്ട് ഞേന്ന് കരയുള്ളൂ കേട്ടോ. അപ്പോൾ അവൾക്ക് മുട്ട എടുത്ത് വെച്ചിട്ടുണ്ട് കുഞ്ഞിന് കേട്ടോ. കുഞ്ഞിൻ്റെ പാത്രമാണ് കിടക്കുന്നത്. അപ്പം നമ്മൾ ഈ മുട്ട പൊരിക്കാനായിട്ട് പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് ഇച്ചിരി എണ്ണയും ചേർത്ത് നമ്മൾ ബീറ്റ് ചെയ്യത്തില്ല നന്നായിട്ട് കേട്ടോ. അതൊരു സ്മെല്ല് വരുകൊണ്ട് ഒന്ന് അടിച്ചതിന് ശേഷം നമ്മൾ അടച്ച് വെച്ച് വെന്തതിന് ശേഷം തിരിച്ചിടാൻ വേണ്ടി നമ്മൾ അതിൻ്റെ അടപ്പിലോട്ട് കുടഞ്ഞിട്ട് കൊടുക്കുക കേട്ടോ. ചട്ടു നമ്മൾ ഇളക്കിയാൽ പൊട്ടിപ്പോവും. അങ്ങനെ തിരിച്ചു അത് തന്നെ അങ്ങനെ ഇട്ട് നമ്മുടെ മുട്ട ഇവിടെ റെഡിയായി. അപ്പം നമ്മുടെ പാവയ്ക്കപ്പുളി റെഡിയായി, നമ്മുടെ ഊണും ഇവിടെ റെഡിയായി.